ബഹിരാകാശത്ത് വീണ്ടും ചരിത്ര നേട്ടത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ. ഇരട്ട ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുന്ന സ്പെഡെക്സ് അല്പസമയത്തിനകം വിക്ഷേപിക്കും. വിവരങ്ങൾ നൽകാനായി മഹേഷ് പോലൂർ തത്സമയം ചേരുന്നുണ്ട്. മഹേഷ്, 10 മണിക്ക് വിക്ഷേപിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. 10 മണിയായല്ലോ, വിക്ഷേപണം കഴിഞ്ഞോ? ഇല്ല, 45 സെക്കൻഡ് കൂടി ബാക്കിയുണ്ട്. 40 സെക്കൻഡിലേക്ക് ചുരുങ്ങുകയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളിൽ 35 സെക്കൻഡിന്റെ സമയം മാത്രമാണ്. അര മിനിറ്റിന്റെ കാത്തിരിപ്പ്. സ്പേഡെക്സ് ഇരട്ടപ്പേടകങ്ങളുമായി കുതിക്കാൻ ഇനി നിമിഷങ്ങൾ എണ്ണി നമുക്ക് കാത്തിരിക്കാം. ശ്രീഹരിക്കോട്ടയിലെ 1ാം വിക്ഷേപണത്തറയിൽ നിന്ന് സ്പേഡെക്സ് ഇരട്ടപ്പേടകങ്ങളുമായി PSLV കുതിക്കാൻ ഒരുങ്ങുകയാണ്. 6, 5, 4, 3, 2, 1, 0. Plus 5 seconds. Lift off normal. That's a marvelous liftoff of PSLV PT tracking. C-60 SpaceX mission on the go. Plus 15 Sleek seconds. PSLV core ലിഫ്റ്റ് ഓഫ് നോർമൽ എന്ന അനൗൺസ്മെന്റ് ISROയുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വരുന്നു. അതായത് ഉപഗ്രഹത്തെ വഹിച്ചുള്ള PSLV വാഹനം കൃത്യമായി കുതിച്ചുയർന്നിരിക്കുന്നു എന്നുള്ള കമാൻഡാണ് വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിന്റെ ജ്വലനം കൃത്യമായി നടന്നു. अपने उद्दिष्ट कक्षा की ओर PCR tracking. सभी तंत्र सामान्य निष्पादन करते हुए रेंज ऑपरेशन डायरेक्टर ने इसकी पुष्टि की है। प्रथम चरण का निष्पादन पूरी तरह सामान्य है। ആദ്യഘട്ടം വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള അനൗൺസ്മെന്റ് ആണ് വരുന്നത്. ഈ ഉപഗ്രഹ വിന്യാസം എത്ര സമയത്തിന് ശേഷമായിരിക്കും? അമൃത, 16 മിനിറ്റിലാണ് ഈ ഉപഗ്രഹങ്ങളെ വിന്യസിക്കുക. കൃത്യമായി പറഞ്ഞാൽ 912 സെക്കൻഡിൽ 476 കിലോമീറ്റർ ഉയരത്തിൽ ഈ സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെ വിന്യസിക്കും. ആ സമയത്തിലേക്കാണ് കാത്തിരിപ്പ്. ആദ്യഘട്ടം കര ഇന്ധനം ഉപയോഗിച്ചുള്ള PS1 എന്ന് പറയുന്ന ആദ്യഘട്ടം, അതിന്റെ ജ്വലനം കൃത്യമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് കമാൻഡ് വന്നിരിക്കുന്നത്. 50 സെക്കൻഡുകൾ പിന്നിടുമ്പോൾ PS1ന്റെ സെപ്പറേഷൻ പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2ാം ഘട്ടത്തിന്റെ ജ്വലനം 50 സെക്കൻഡിൽ തുടങ്ങിയിരിക്കുന്നു. 2ാം ഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വികാസ് എഞ്ചിൻ, ദ്രവീകൃത ഇന്ധനം ഉപയോഗിച്ചുള്ള വികാസ് എഞ്ചിൻ ഉപയോഗിച്ചുള്ള കോർ ഭാഗം ആണ് ഈ റോക്കറ്റിന്റെ PSLV റോക്കറ്റിന്റെ കോർ ഭാഗം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. യെസ്, 1ാം ഘട്ടം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. 1ാം ഘട്ട ഒരു പക്ഷേ വിജയം എന്ന് നമുക്ക് പറയാം. ആദ്യഘട്ടം വിജയം എന്ന് പറയേണ്ടി വരും. ആദ്യഘട്ട സെപ്പറേഷൻ പൂർത്തിയായിരിക്കുന്നു. 2ാം ഘട്ടത്തിന്റെ ജ്വലനം ഇപ്പോൾ നടന്നിരിക്കുന്നു. 2ാം ഘട്ടത്തിന്റെ പെർഫോമൻസ് നോർമൽ എന്നുള്ള അനൗൺസ്മെന്റ് അമൃത വരുന്നു. അതായത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ PSLV റോക്കറ്റ് കുതിച്ചുയർന്നിരിക്കുന്നു. ആദ്യഘട്ടം വിജയം എന്ന് പറയാം. 2ാം ഘട്ട എഞ്ചിന്റെ പ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. The legendary Vikas engine developing 800 kilonewtons thrust in vacuum. ദ്രവീകൃത ഇന്ധനം ഉപയോഗിച്ചുള്ള ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വികാസ് എഞ്ചിൻ ഘടിപ്പിച്ചുള്ള 2ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3ാം ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപ് മുൻഭാഗത്തുള്ള ഹീറ്റ് ഷീൽഡ്, അതായത് ഏറ്റവും അഗ്രഭാഗത്ത് ഇന്ത്യയുടെ ദേശീയ പതാക പതിപ്പിച്ച ആ ഭാഗം, അത് 2ആയി മാറുന്ന ഒരു സമയമുണ്ട്. അത് ഹീറ്റ് സെപ്പറേഷൻ നടക്കുന്നത് ഈ 2ാം ഘട്ടത്തിന്റെ ആ പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാൻ പോവുകയാണ്. ആ പ്രോസസ്സ് ആണ് ഇനി നടക്കാനുള്ളത്. ഈ 1ാം ഘട്ടം വിജയകരമായി അതിന്റെ ഹീറ്റ് ഷീൽഡ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഹീറ്റ് ഷീൽഡ് അടർന്നു മാറി ഇപ്പോൾ വായുവിൽ ബഹിരാകാശത്ത് ഇന്ത്യയുടെ ഇരട്ട പേടകങ്ങൾ അവിടെ ദൃശ്യമായിട്ടുണ്ടാകും. അതായിരിക്കും ഇപ്പോൾ ആ പേടകത്തിന്റെ മുൻഭാഗത്തുണ്ടാകുക. ഹീറ്റ് ഷീൽഡ് അടർന്നു മാറി കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ പറയുന്ന 2 ഉപഗ്രഹങ്ങളാണ് മുൻനിരയിലുള്ളത്. ഇനി 2ാം ഘട്ടത്തിന്റെ ജ്വലനം സെപ്പറേഷൻ നടക്കാനുള്ളത് 262 സെക്കൻഡിലാണ്. ഇനിയിപ്പോൾ ഇതുപോലെ എത്ര ഘട്ടങ്ങളായിട്ട്? 4 ഘട്ടങ്ങളാണ്. 4ാം ഘട്ടത്തിലാണ് നമ്മൾ പോയം എന്ന് പറയുന്ന
ഒരു ഉപഗ്രഹത്തിന്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന, അതായത് 4ാം ഘട്ടമാണ് നമ്മൾ വളരെ സുപ്രധാനം എന്ന് പറയുന്നത്. 4ാം ഘട്ടത്തിലാണ് ഈ പേടകങ്ങളെ വിന്യസിക്കുന്നതും ഒപ്പം തന്നെ 4ാം ഘട്ടത്തിൽ അവിടെ എത്തിക്കുന്ന ആ ഭാഗം അത് ഭൂമിയെ വലം വെക്കുകയും ചെയ്യും. അതാണ് പോയം എന്ന് പറയുന്നത്. 24 പരീക്ഷണങ്ങൾ നടക്കുന്ന പോയം ഒരുപക്ഷെ ബഹിരാകാശത്ത് ഇന്ത്യ സാങ്കേതികത കൊണ്ട് കവിത രചിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പോയം എന്ന വാക്കിനെ വിശേഷിപ്പിക്കാം. ആ തരത്തിൽ കൂടി എടുക്കണം. 24 പരീക്ഷണങ്ങൾ പോയത്തിൽ നടക്കുമ്പോൾ അതിനകത്ത് വിത്ത് മുളപ്പിക്കാനുണ്ട്, ചീര വളർന്ന് വലുതാവുന്നുണ്ട്, ഒപ്പം തന്നെ യന്ത്ര കൈകൾ ഉപയോഗിച്ച് ബഹിരാകാശത്തെ 2ാം സ്റ്റേജിൽ 2ാം ഘട്ടവും സെപ്പറേഷൻ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള 2ാം ഘട്ടവും ഒരു പക്ഷേ വിജയകരം എന്ന് നമ്മൾ പറയേണ്ടി വരും. 2ാം ഘട്ടവും വിജയകരം. തേർഡ് സ്റ്റേജ് നോർമൽ ആണെന്ന് പറയുന്നു. 3ാം ഘട്ടം വിജയകരമായി മുന്നോട്ട് കുതിക്കുകയാണ്. 3ാം ഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ അതും ഖര ഇന്ധനം ഉപയോഗിച്ചുള്ള PS3 എന്ന് പറയുന്ന 3ാം ഘട്ടമാണ്. ഇതോട് ഒരു സുപ്രധാന കാര്യമാണ്. കാരണം 3ാം ഘട്ടം കഴിഞ്ഞാണ് 4ാം ഘട്ടത്തിൽ നമ്മൾ പോയം ഉൾപ്പെടുന്ന ആ ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ആ സെപ്പറേഷൻ കൂടി വളരെ കൃത്യമായി പോയി കഴിഞ്ഞാൽ നമ്മൾ ചരിത്രത്തിലേക്ക് എത്തും. ഈ ചരിത്രത്തിലേക്ക് നമ്മൾ പലതവണ പറയുകയുണ്ടായി മഹേഷ്. ഈ സ്പെഡെക്സ് ദൗത്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഏതൊക്കെ രീതിയിൽ ഇന്ത്യയുടെ ഭാവിയെ ഇനി നിർണ്ണയിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്? നോക്കൂ, 2035 ഇന്ത്യ സ്വന്തമായി ഒരു സ്പേസ് സ്റ്റേഷൻ, ഒരു ബഹിരാകാശ നിലയം സ്വപ്നം കാണുന്നത്. ആ ബഹിരാകാശ നിലയത്തിൽ ഇവിടെ നിന്ന് ഉപകരണങ്ങൾ കൊണ്ടുപോയി ബഹിരാകാശത്ത് വെച്ച് ഘടിപ്പിച്ച് അതൊരു വലിയ നിലയമായി അവിടെ നമ്മുടെ ഗഗനചാരികളെ അവിടെ താമസിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം, ദൗത്യം അതാണ്. അപ്പോൾ ആ ഉപകരണങ്ങൾ ഘടിപ്പിക്കാനുള്ള ആദ്യ ചുവടുവെപ്പാണിത്. അത് മൂന്നാം ഘട്ടത്തിന്റെ പെർഫോമൻസ് നോർമൽ എന്നുള്ളൊരു അനൗൺസ്മെന്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബഹിരാകാശ നിലയത്തിന്റെ സ്വപ്നം 1. 2 എന്ന് പറയുന്നത് ചന്ദ്രയാൻ 4 നമ്മൾ അവിടെ ചെന്ന് ചന്ദ്രനിൽ ചെന്ന് അവിടുത്തെ പാറയും അവിടെ നിന്നുള്ള മണ്ണും ശേഖരിച്ച് തിരികെ വരുമ്പോൾ ബഹിരാകാശത്ത് കാത്തു നിൽക്കുന്ന സ്പെഡക്സ് പോലുള്ള ഒരു ഉപകരണത്തിൽ ഘടിപ്പിച്ച് അതാവും അത് താഴേക്ക് കൊണ്ടുവരിക, ഭൂമിയിലേക്ക് കൊണ്ടുവരിക. ആ അർത്ഥത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര ദൗത്യമാണ്. മാത്രമല്ല ഗഗൻയാൻ ദൗത്യത്തിലൊക്കെ നമ്മൾ ഇത് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഒരു ഉപഗ്രഹം മറ്റൊരു ഉപഗ്രഹവുമായി ചേർന്ന് ഇന്ധനം ഷെയർ ചെയ്യാനുള്ള സാധ്യത നമ്മൾ നോക്കുന്നുണ്ട്, ഊർജം ഷെയർ ചെയ്യാനുള്ള സാധ്യത നോക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് കരുത്ത് നൽകണമെങ്കിൽ ഈ സ്പെഡക്സിന്റെ വിക്ഷേപണം വിജയകരമാകണം. ബഹിരാകാശത്തെത്തി ഇന്ത്യ ആ നേട്ടത്തിലെത്തുന്ന 4ാം രാജ്യമാകണം. അതിന്റെ ഒരു സുവർണ്ണ 3ാം സ്റ്റേജ് ആക്ഷനും കംപ്ലീറ്റ് ആയിരിക്കുന്നു. approximately for 125 seconds. 3ാം സ്റ്റേജും അതിന്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. 3ാം സ്റ്റേജ് എന്ന് പറയുമ്പോൾ 511 സെക്കൻഡിലേക്ക് എത്തിയിരിക്കുന്നു. 387 കിലോമീറ്റർ ഉയരത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ സ്പെഡെക്സ് പേടകം ബഹിരാകാശത്തെത്തി എന്ന് നമ്മൾക്ക് അനുമാനിക്കേണ്ടി വരും. 387.836 കിലോമീറ്റർ ഉയരത്തിലാണ് ഇപ്പോഴുള്ളത്. PS4 പെർഫോമൻസ് നോർമൽ നിർണായകമായ 4ാം ഘട്ടത്തിലേക്ക് പോയം ഉൾപ്പെടുന്ന 4ാം ഘട്ടം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. As a precursor to rehearse for Gaganyaan mission, 11 ground stations will support for PSLV C-60 launch vehicle for orbits 1 and 2. ഈ യാത്രയുടെ ഒരു പ്രത്യേകത അമൃത എന്ന് പറയുന്നത് 476.845 ഏതാണ്ട് 477 കിലോമീറ്റർ ഉയരത്തിൽ ചെന്ന് ഈ പേടകങ്ങളെ ഇരട്ട പേടകങ്ങളെ മാറ്റും, അതായത് വിന്യസിക്കും. അതിനുശേഷം ഈ പേടകങ്ങൾ ഇത് പതിയെ താഴേക്ക് വരും. ഏതാണ്ട് ഒരു 355 കിലോമീറ്റർ കുറെ കൂടി താഴേക്ക് വരുന്ന ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. സ്പെഡക്സ് വാഹനങ്ങൾ നമ്മൾ പറഞ്ഞു 2 ഉപഗ്രഹങ്ങൾ, ചേസർ, ടാർജറ്റ് എന്ന് പറയുന്ന 2 ഉപഗ്രഹങ്ങളാണുള്ളത്. ഈ ഉപഗ്രഹങ്ങൾ അടർന്നു മാറിയ ശേഷം ദിവസങ്ങളെടുത്ത് ഒരു പക്ഷേ ആഴ്ചകളെടുത്ത് 5 കിലോമീറ്റർ അരികിലേക്ക് വരും. പിന്നീട് അത് 3 കിലോമീറ്റർ അരികിലേക്ക് എത്തും. പിന്നീട് അത് 1.5 കിലോമീറ്റർ അരികിലേക്ക് എത്തും. പിന്നീട് അത് 300 മീറ്റർ ആയി ചുരുങ്ങും. പിന്നീട് അത് 1.5 മീറ്റർ ആയി ചുരുങ്ങും. അതിനുശേഷമാണ് ഈ യന്ത്രങ്ങൾ തമ്മിൽ ഒന്നു ചേരുന്നത്. ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പദ്ധതിയാണ് മഹേഷ്? യഥാർത്ഥത്തിൽ ഈ ഡോക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒരുപക്ഷെ അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫോർത്ത് സ്റ്റേജ് സെപ്പറേറ്റഡ്. ഇപ്പോൾ നമുക്ക് ആ ഗ്രാഫിക്സ് ദൃശ്യങ്ങളിൽ കാണുന്ന
നാലാം സ്റ്റേജിന്റെ The fourth stage, uppermost stage PS4 is currently operating. Yes, നാലാം സ്റ്റേജ് നടന്നുകൊണ്ടിരിക്കുന്നു. നാലാം സ്റ്റേജ് നിർണായകമായ से पृथक किया जा चुका है तथा इसके पश्चात ഇപ്പോൾ അല്പസമയം കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ ഈ നാലാം ഘട്ടം പൂർത്തിയായി. തീർച്ചയായും നാലാം ഘട്ടത്തിന്റെ എഞ്ചിൻ കട്ട് ഓഫ് ആകുന്നത് 475 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ 792 സെക്കൻഡിൽ എത്തുമ്പോൾ 792 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 13 മിനിറ്റ് സമയം കഴിഞ്ഞ് 14 മിനിറ്റിലേക്ക് എത്തുന്ന സമയത്താണ് അതിന്റെ എഞ്ചിന്റെ ദൗത്യവും പൂർത്തിയാക്കേണ്ടത്. പിന്നെ പോയം മാത്രമായിരിക്കും ഉണ്ടാവുക. പോയം ഈ രണ്ട് ഉപഗ്രഹങ്ങളെ വേർതിരിക്കും. വേർതിരിച്ച ശേഷം ഈ രണ്ട് ഉപഗ്രഹങ്ങളും ബഹിരാകാശത്ത് സഞ്ചരിച്ച് പിന്നെ അരികിലേക്ക് വന്നാണ് കൂട്ടി സംയോജിപ്പിക്കുന്നത്. किलोमीटर प्रति सेकंड उद्देश्य कक्षा के ഇപ്പോൾ लिए അല്പസമയം കൂടി കാത്തിരുന്നാൽ മതിയാകും. തീർച്ചയായും ഇനി സെക്കൻഡുകളുടെ കാത്തിരിപ്പാണ്, നിമിഷങ്ങളുടെ കാത്തിരിപ്പാണ്. ഈ ദൗത്യം വിജയകരമാണ് എന്നുള്ളൊരു ഒരു പ്രഖ്യാപനം വരാൻ നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള, ചരിത്രം കുറിക്കുന്ന നിമിഷം എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഈ ദൗത്യം നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ചന്ദ്രയാനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ആദിത്യ എൽ1 കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, പ്രോബ 3 സംസാരിച്ചിട്ടുണ്ട്, ഗഗൻയാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി ഞങ്ങളെ ത്രില്ലടിപ്പിക്കുന്നത് ഈ പറയുന്ന ഡോക്കിംഗ് പ്രോസസ്സ് തന്നെയാണ്. രണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് എത്തിച്ച് പരസ്പരം വഴിമാറി സഞ്ചരിച്ച് പിന്നെ തിരികെ വന്ന് ഒന്നു ചേരുക, എന്നിട്ട് അതിനുശേഷം ഇന്ധനവും ഊർജവും ഒക്കെ പരസ്പരം കൈമാറുക. അതുവഴി എന്താ പറയാ, ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിനുള്ള ആദ്യ ചവിട്ടുപടിയായി ഇങ്ങനെയും ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്ന് ഈ യന്ത്രങ്ങൾ നമ്മളോട് തിരികെ പറയുക. ഒപ്പം പോയം 3 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാങ്കേതികത കൊണ്ട് ബഹിരാകാശത്ത് ഇന്ത്യ എഴുതാൻ പോകുന്ന കവിത, അതിനകത്തുള്ള 24 പരീക്ഷണങ്ങൾ, ബഹിരാകാശത്തെ മാലിന്യങ്ങളെ തേടിയെത്തുന്ന യന്ത്രക്കൈകൾ, ഒപ്പം അതിനകത്ത് വിത്ത് മുളപ്പിക്കുക, ചീര മുളപ്പിക്കുക എന്ന് പറയുന്ന പരീക്ഷണങ്ങൾ, അതൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ ആ ദൗത്യം വിജയമാണ് എന്നുള്ള ഒരു പ്രഖ്യാപനത്തിനായാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. അമൃത, ഓക്കെ, ഏതായാലും നമുക്ക് മറ്റ് വാർത്തകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. മഹേഷ്, വളരെയധികം നന്ദി.